എന്നെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിനെ പ്രത്യേകിച്ച് നമുക്ക് ദീനീപരമായിട്ട് മദ്രസകളോ കാര്യങ്ങളോ ഒന്നും വളരെ കിട്ടാൻ പ്രയാസമുള്ള സ്ഥലമാണ് തൃശ്ശൂർ. കൂടുതലും ക്രിസ്ത്യൻസാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഞാൻ ജനിച്ച് വളർന്നത്. താമസിക്കുന്ന ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൻ്റെയും റെയിൽവേ സ്റ്റേഷൻ്റെ ഒക്കെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അതിലെന്താ വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഖുറാൻ തജ്വീദ് അടക്കം പഠിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ചെറുപ്പത്തിലേ എനിക്ക് മദ്രസകൾ ഒന്നും പറയാൻ കാര്യമായിട്ട് കിട്ടിയിട്ടൊന്നുമില്ല. കാരണം അങ്ങനെയാണ്, ഞങ്ങൾ അയൽപ്പക്ക ബന്ധങ്ങളൊക്കെ അധികവും ഹിന്ദുക്കളും ക്രിസ്ത്യൻസൊക്കെയാണ്. അപ്പോൾ അവർ തന്നെ ചെറുപ്പത്തിലേ തന്നെ മുസ്ലിംസിൻ്റെ പലതും ഇങ്ങനെ കുറ്റം പറയും. നമ്മുടെ മനസ്സിലും ഇങ്ങനെ അറിയാണ്ട് ഇങ്ങനെ മുസ്ലിംസിനോട് ദേഷ്യമൊക്കെ വരും. വർഗീയത അന്നേ ഉണ്ടെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അപ്പോൾ പറഞ്ഞു പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നെ എൻ്റെ വീട്ടിലേക്ക് ഉസ്താദിനെ വരുത്തിയിട്ടാണ് വാപ്പ പഠിപ്പിച്ചത്. പിന്നെ വാപ്പയും ഉമ്മയും കുറച്ചും കൂടി ദീനീപരമായിട്ട് കുറച്ച് അറിവുള്ളത് കൊണ്ട് നമ്മൾ അതിലേക്ക് എത്താൻ പറ്റി, അൽഹംദുലില്ലാഹ്. പിന്നെ ഒരു 6-7 കൊല്ലം മുമ്പ് ഒരു അൽഫിത്ര എന്ന് പറഞ്ഞൊരു സ്കൂള് കോഴിക്കോട് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രോഗ്രാമിന് പോയപ്പോഴാണ് ശരിക്കും ഇതിനെപ്പറ്റി നമ്മൾ വ്യക്തമായിട്ട് അറിയുന്നത്. അങ്ങനെ തൃശ്ശൂരിൽ അത് സ്ഥാപിക്കാൻ പറ്റി. അങ്ങനെ ഇതിനെപ്പറ്റി നമ്മൾ അതുമാതിരി വലിയ ക്ലാസ്സുകളൊന്നും കാര്യമായിട്ട് അങ്ങനെ തൃശ്ശൂരൊന്നുമില്ല. അങ്ങനെ തൃശ്ശൂരിൽ ഇവിടെ ഇവിടെ ഇരിക്കേണ്ട ഷറഫു എന്ന് പറഞ്ഞിട്ട്, ഷറഫ് മുഖേനയാണ് ഞാൻ ഇങ്ങനൊരു ഇത് പറ്റി അറിയണത്, ഓൺലൈൻ ക്ലാസ് ഇങ്ങനെ പഠിപ്പിക്കണമെന്ന്. പക്ഷെ അപ്പോഴൊന്നും എനിക്ക് അത്ര വലിയ ഒരു ഗൗരവമായിട്ടൊന്നും അങ്ങനെ എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. അങ്ങനെ ഇതിൽ ജോയിൻ ചെയ്തതിന് ശേഷമാണ് ഇതിനെ പറ്റിയിട്ട് ഗൗരവമായിട്ടുള്ള തിരിച്ചറിവ് വന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഖുർആൻ ഓതുമ്പോൾ നമുക്കത് അതിൻ്റേതായ ഗൗരവത്തിൽ ഓതാൻ സാധിക്കുന്നുണ്ട്, മുഴുവൻ പഠിച്ചിട്ടില്ലെങ്കിലും. ഇതിനൊക്കെ സമയം കണ്ടെത്തുക എന്ന് പറഞ്ഞാണ് ഏറ്റവും വലിയ കാര്യം. സമയം എനിക്ക് ഇഷ്ടംപോലെ ഉണ്ട്, പക്ഷേ സമയം സത്യം പറയുകയാണെങ്കിൽ മടിയനാണ്. അപ്പോൾ അങ്ങനെയാണ് കുറേ എനിക്ക് എൻ്റെ ഇതിലൊക്കെ പോണത്. ഉസ്താദിനെ പേടിച്ചിട്ട് ആണ് സത്യത്തിൽ പറയുകയാണെങ്കിൽ. കാരണം ഞാൻ ഇന്ന് എൻ്റെ പെങ്ങളെ മോളെ കല്യാണം ഞാൻ ഒരിക്കലും വരില്ലായിരുന്നു. പക്ഷേ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമും ഇങ്ങനത്തെ ഒരു ക്ലാസ്സിൽ ഞാൻ പങ്കെടുക്കുന്നതിൻ്റെ അതിൻ്റേതായിട്ടുള്ള അത്രയും ഞാൻ അതിന് പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിൽ അറ്റൻഡ് ചെയ്തത്. കാരണം എൻ്റെ കുടുംബമായിട്ട് വരണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ അള്ളാഹ് ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് കുടുംബത്തെ ഞാൻ കല്യാണത്തിന് വിട്ടു, ഞാൻ ഇങ്ങോട്ട് പോന്നു. അപ്പോൾ ഈ ഒപ്പം പഠിക്കുന്ന ആളുകൾ കുറേയൊക്കെ ആൾക്കാരെ ഫോട്ടോസ് DP കണ്ടിട്ട് അറിയാമെന്നല്ലാണ്ട് നേരിട്ട് ആരായിട്ട് സംസാരിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് കുറച്ചൊക്കെ നമ്മൾ പാലിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രാധാന്യം, ഈ ക്ലാസ്സിൻ്റെ പ്രാധാന്യം കൊണ്ട് മാത്രമാണ് നിസാർ ഉസ്താദിൻ്റെയും അദ്ദേഹത്തിൻ്റെ അങ്ങനത്തെ അത്രയും ഒരു ആത്മാർത്ഥമായിട്ടുള്ളൊരു പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മളെ സമയക്കുറവൊന്നും അതിനൊരു ബാധകമല്ല. ശരിക്കും നമ്മുടെ തിരക്കൊന്നും അല്ല എന്ന് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. അപ്പോൾ ആയതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് പല ആളുകൾക്ക് ഞാൻ ഇപ്പോൾ ഞാൻ ട്രെയിനിൽ വരുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു. ഒരാളിപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചു, ഒക്കെ ഒരു വലിയ ബിസിനസ്സുകാരാണ്. അപ്പോൾ ആൾ പറഞ്ഞു, മൻസൂർ അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തായാലും പറയണം. അപ്പോൾ ഞാൻ ഇങ്ങനെ വരാനുള്ള കാരണങ്ങളും ഇത്ര ഗൗരവമായിട്ടുള്ള കാര്യങ്ങളും സംസാരിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, മൻസൂർ എന്തായാലും അടുത്ത ബാച്ചിൽ എന്നെ കയറ്റണം എന്ന് പറഞ്ഞത്, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറയണം എന്ന് പറഞ്ഞു.